22 മണിക്കൂർ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷമാണ് VSന്റെ മൃതദേഹം ആലപ്പുഴയിൽ എത്തിച്ചത്. ദേശീയപാതയുടെ ഇരുവശവും മനുഷ്യമതിൽ പോലെ ജനാവലി നിന്ന് VSന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. VS എന്ന രണ്ടക്ഷരത്തിലേക്ക് കേരളത്തിന്റെ ജനസഞ്ചയം ഒഴുകിക്കുറുകിയ 22 മണിക്കൂറുകൾ. തോൽവികളെ ഭുജിക്കുകയും ജനഹൃദയങ്ങളെ ജയിക്കുകയും ചെയ്ത വിപ്ലവ നേതാവിന് കേരളം നൽകിയത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അന്ത്യയാത്ര. കണ്ണേ കേരള VS എന്ന അക്ഷരാർത്ഥത്തിൽ VSന് യോഗ്യമായ പാവങ്ങളുടെ നേതാവാണ് VS അച്യുതാനന്ദൻ. VS ഇല്ലാത്ത ഒരു നാളെ എന്ന് പറയുന്നത് അനീതിക്ക് നേരെ തുറിച്ച അടയ്ക്കാത്ത കണ്ണ്, സമരമുഖങ്ങളിലെ അചഞ്ചലമായ കരളുറപ്പ്. അങ്ങനെ കേരളത്തിന്റെ കണ്ണും കരളുമായ VS പ്രത്യാശയുടെ പിതൃസ്വരൂപമായി വർത്തമാനകാല കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിർണയിച്ച VSന് കേരളം നൽകിയത് സമാനതകളില്ലാത്ത അന്ത്യാഭിവാദ്യം. VS ഒരു ശക്തനായ സഖാവായിരുന്നു, ധീരനായ ഭരണാധികാരിയായിരുന്നു, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഈ ക്രൗഡ് കാണുമ്പോൾ അറിയത്തില്ലേ പുള്ളി എത്ര ജനകീയനാണെന്ന്. ഇത് മറ്റു നേതാക്കൾക്കൊന്നും കിട്ടത്തില്ല. ഒരു പാവങ്ങളുടെ പടത്തലന്നല്ലേ, അനിഷേധ്യ നേതാവ്, ആദരണീയൻ, ആരുടെ മുന്നിൽ മുട്ടുമുടക്കാത്ത നട്ടലുള്ള നേതാവ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:20 തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്ന് വിലാപയാത്ര തുടങ്ങിയത്. വിലാപയാത്ര കഴക്കൂട്ടത്തെത്താൻ മാത്രമെടുത്തത് 5.5 മണിക്കൂർ. ജനധാരകൾ ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തി ആൽക്കടലായി മാറി. പിന്നെ രാത്രി ഏറെ വൈകിയിട്ടും പാതയോരങ്ങൾ ഒഴിഞ്ഞില്ല. സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് തെരുവിലൂടെ തേരാപ്പാര നടത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാവിനെ കാണാൻ സ്ത്രീകളടക്കം കാത്തുനിന്നു. പൊതുരംഗത്ത് VSനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ കേട്ടറിവിന്റെ ആവേശത്തിരയിളക്കത്തോടെ എത്തി. കേരളത്തിന്റെ സാമൂഹിക പരിണാമത്തിനൊപ്പം സഞ്ചരിച്ച വൃദ്ധജനങ്ങൾക്ക് VSന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ ജീവിത പ്രയാണത്തിനൊരു സമാന്തരമാണ്. അതുകൊണ്ട് പ്രായാധിക്യത്തിന്റെ അവശതകളെ സ്നേഹാഭിമുഖ്യത്താൽ അതിവർത്തിച്ച് അവരെത്തി. കോരിച്ചൊരിയുന്ന മഴയത്തും പ്രിയ സഖാക്കൾക്ക് ചങ്കിലെ കെടാക്കനലായി VS. വെട്ടിനിർത്തൽ സമരമെന്ന് ചില മാധ്യമങ്ങൾ ചാപ്പകുത്തിയിട്ടും ചരിത്രത്തിൽ നെൽവയൽ സംരക്ഷണ സമരമെന്ന് മുദ്രണം ചെയ്യപ്പെട്ട പ്രക്ഷോഭത്തിന്റെ പ്രയോക്താവ് VS ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിലെ നനവ് കാത്തു സൂക്ഷിച്ച നേതാവിനായി കർഷക തൊഴിലാളികളെത്തി. തിരുവിതാംകൂറിലെ ആദ്യ കർഷക പ്രസ്ഥാനത്തിന്റെ പിതാവിന് തൊഴിലാളികളുടെ അന്ത്യാഭിവാദ്യം. ആലപ്പുഴ ആസ്പിൻവാൾ കമ്പനിയിൽ നിന്ന് തുടങ്ങിയ തൊഴിലാളി സംഘാടകന് തൊഴിലാളികളുടെ മണ്ണായ കൊല്ലത്തേക്ക് കടന്നപ്പോൾ ജനസാഗരം കണ്ണീർ പ്രണാമം അർപ്പിച്ചു. അപ്പോഴേക്കും അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. പക്ഷേ ഓർമ്മക്കനൽ ഓരോരുത്തരുടെയും ചങ്കിൽ സൂര്യനെ പോലെ കത്തി. അവർ റോസാപ്പൂക്കളുമായി കാത്തുനിന്നു.
നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമല്ല വിലാപയാത്ര നിർത്തിയത്. ആൾക്കൂട്ടം ഉള്ളിടത്തൊക്കെ ബസ്സിന് വേഗത കുറയ്ക്കേണ്ടി വന്നു. കാരണം ചരിത്ര പുരുഷന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അർദ്ധരാത്രിയും കാത്തുനിന്നവരെ നിരാശരാക്കി കടന്നുപോകാൻ കഴിയുമായിരുന്നില്ല. ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നപ്പോൾ പുലർച്ചെയായി. കാസർഗോഡ് നിന്ന് വന്നവരടക്കം വഴിയോരത്തുണ്ടായിരുന്നു. പോരാട്ടങ്ങളുടെ പൊരുളും പ്രതീകവുമായ ഇതിഹാസ ജീവിതത്തിന് അവർ പുഷ്പാർച്ചന നടത്തി. ദിവാൻ വാഴ്ചയ്ക്കെതിരെ പോരാടി VS പാർട്ടി വളർത്തിയ മണ്ണിൽ സമരനായകനായി കണ്ണീരാരവങ്ങൾ ഉയർന്നു. സഖാവ് ഞങ്ങൾക്ക് 80 വർഷത്തോളം ഞങ്ങളെ പ്രവർത്തിച്ച സഖാവാ. ആ സഖാവിന് 1 മണിക്കൂർ 1 നേരം ഞങ്ങൾ മെനക്കെട്ടില്ലെങ്കിൽ, ഞങ്ങൾ അതിന് കളഞ്ഞില്ലെങ്കിൽ എങ്ങനെ? 22 മണിക്കൂർ പിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30യോടെയാണ് VSന്റെ മൃതദേഹം വേലിക്കകത്ത് വീട്ടിലെത്തിച്ചത്. സംഘടനാ ശരീരത്തിന്റെ പേശീബലത്തിനപ്പുറം പ്രത്യയശാസ്ത്ര ആത്മാവിന്റെ ആവിഷ്കാരമായിരുന്നു VS. അതുകൊണ്ട് തന്നെ മലയാളിയുടെ ആത്മാവിൽ VS എന്ന ദ്വയാക്ഷരം എക്കാലത്തേക്കും മുദ്രണം ചെയ്യപ്പെട്ട് കിടക്കും. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാ പോയേക്കുന്നത്. ആ ഒരു വിഷമം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അദ്ദേഹം ഒരു വിപ്ലവ നായകനാണ്. അതുപോലൊരു നേതാവ് ഉണ്ടാകത്തില്ല, ഉണ്ടായിട്ടുമില്ല. ഇദ്ദേഹത്തിന് പകരം വേറൊരാളില്ലല്ലോ. ഇത് കണ്ട് ആരും കൊതിക്കുകയും വേണ്ട. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.